ഹലോ ഗൈസ്, വൈറ്റി ഫോക്സിൻ്റെ മറ്റേ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളങ്ങനെ ഇന്ന് ചൂണ്ടയിടാൻ വന്നിട്ടുണ്ടല്ലോ. ചൂണ്ടയും മാഞ്ച് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ചെറുക്കന്മാർ അപ്പുറത്ത് നിന്ന് ചൂണ്ടയിടാനുള്ള തയ്യാറെടുപ്പിലാണ്. അവന്മാരിതാ രണ്ടെണ്ണം ഉണ്ട്. അവന്മാർ രണ്ടുപേരും കൂടി ഇങ്ങനെ ഇവിടെ ചെറുക്കന്മാരെല്ലാം ചൂണ്ടയൊക്കെ ഇട്ടുകൊണ്ട് ട്രാപ്പൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിനി ചൂണ്ടയിടണം. ഇതൊക്കെ ഇനി സെറ്റ് ചെയ്തിട്ട് പോകണം. അല്ലേടാ ആളെയാ മറ്റേ ഇനി വെള്ളം കോരിയൊക്കെ കൊടുക്കാൻ പറഞ്ഞത് എന്തരാവോ എന്ത് അളെ. ഞാൻ എങ്ങനെ കോരും വെള്ളം? നമ്മളിന്ന് വെള്ളം കോരി മാസ് കാണിക്കാൻ പോണു ഗൈസ്. എന്താ മാസ് കയ്യിൽ വെള്ളം കോരി കൊണ്ടുവന്ന് അവന് കൊടുക്കും. എങ്ങനെയെങ്കിലും കുറച്ച് പൈസ വേണം, അതാണ് നമ്മളെ പരിപാടി. എങ്ങനെയെങ്കിലും കുറച്ച് പൈസ. എൻ്റെ ഇതൊന്നും പോകില്ല. നമ്മൾ അക്ഷയ് ഉള്ളതുകൊണ്ട് അക്ഷയ് എല്ലാം സ്പോൺസർ. എല്ലാ വീഡിയോയ്ക്കും അക്ഷയാണ് സ്പോൺസർ ചെയ്യണേ. പെട്രോളും അവൻ്റെ വക, വണ്ടി അവൻ്റെ വക. രണ്ടുപേരും കൂടി സ്പോൺസർ ചെയ്ത് ഞാൻ ഇവിടെ യൂട്യൂബൊക്കെ ചെയ്ത് ഓസിലിരിക്കുന്നു. ഇതൊക്കെ തന്നെ പരിപാടി മെയിനായിട്ട്. ഇവന്മാരെല്ലാം സെറ്റാണ്. വെള്ളം എടുത്തിട്ട് പാടാടി. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടില്ലേ എന്താ. ഞാൻ വെള്ളം എടുത്തെല്ലാം കുഴച്ചിട്ട് കാണാം. എന്തായാലും മീ ഗെയിമറെ പോലെ ഇരിക്കുന്ന ആളെ കണ്ടിട്ടുണ്ടോ? മീ ഗെയിം ഇതാണ്. മീ ഗെയിമർ ചൂണ്ടടാ വരീനെ ചൂണ്ടയിട്ടോ കണ്ട. ഇതാണ് മീ ഗെയിമർ. കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? മീ ഗെയിമറിനെ പോലെ മീ ഗെയിമറിന് അവരായി അവരനും നമ്മള് പരിപാടിയില്ല. അങ്ങേര് ഇതാ പോണു പറഞ്ഞേ നിങ്ങൾ. അത് അങ്ങേരും കൂടി വന്നു. നമ്മളെല്ലാരും കൂടി ഇന്ന് മീൻ പിടിച്ച് സെറ്റ് ആക്കുന്നു. അപ്പൊ ശരി, എക്സ്പീരിയൻസ്ഡ് മാനാണ് ഗൈസ്. മീൻ പിടിക്കാൻ എക്സ്പീരിയൻസ്. അതെ, നമ്മൾ ചൂണ്ട പൊട്ടിച്ചില്ല, വാങ്ങിച്ചോണ്ട് വന്നതേ ഉള്ളൂ ഇതുവരെ. എന്തായാലും കൊള്ളാം. വരീനെ എന്നാ ചൂണ്ട നിങ്ങളിട്ട് ഇത് പൊട്ടിച്ചേരി. നമുക്ക് കറക്റ്റായിട്ട് അറിഞ്ഞൂടെ ഒന്നും. ഇങ്ങനെയൊക്കെ തന്നെ പഠിക്കണം നമ്മള്. ശരിക്കും വെള്ളമൊക്കെ നക്കി നോക്കില്ല. ഉപ്പ് വെള്ളമൊന്നും കടലന്നത് നീയല്ലേ പറഞ്ഞേ. കടലൊന്നും കുഴപ്പമില്ല കേട്ടാളയാ. ചൂണ്ട പോണം എല്ലാം പറക്കേ. ചൂണ്ട സാധനം കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് മക്കള് ഫസ്റ്റത്തെ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. ചൂണ്ട സെറ്റാക്കി എല്ലാം അതിനുള്ള കൊടുക്കാനുള്ള സംഭവം കൊടുത്ത് ഫുള്ള് മഴ വന്ന് കിടക്കുകയാണ്. ഇപ്പോൾ വീട്ടിൽ പോകേണ്ടി വരുമെന്ന് നമുക്കറിയാം. ഒരു 4-5 മണിയായി. ഇട്ടത് ഇത്തിരി വിഷപെശകായി പോയോ എന്നൊരു സംശയം. അക്ഷയും കൂടി ഇതാ പോവുകയാണ് ഗൈസ്. അക്ഷയ് അക്ഷയെ തളർത്താൻ ആർക്കും ആവില്ലെന്ന് അക്ഷയ് പറയുന്നുണ്ട്. കിട്ടോ എന്തോ, കിട്ടിയാൽ മതി. കിട്ടണം, കിട്ടാൻ കണക്കിനിടണം. ഓക്കെ, കിട്ടണം, മനസ്സിലായല്ലേ? മീൻ കിട്ടാതെ വീട്ടിൽ പോകാൻ പാടില്ല, അല്ലേടാ ഇത്? നടന്നു പോവും. കൊള്ളാടാ. നീ വളരൂടാളയാ. മാവ് എടുക്കാൻ പോണ. ഇനി കൊളുത്തിയാണ് വല്ലതും. കൊളുത്തിയില്ല. നമ്മളിതാ ഇവിടെ ഒക്കെയാണ്. ഇനി അടുത്ത മാവ് കൊണ്ടുപോയിട്ട് മണ്ടത്തനം അല്ലാതെ വേറെ ഒന്നും കാണിക്കില്ല. ഇവിടെ ഒന്ന് കുഴച്ചിരിക്കുന്നു. ഇത് അവിടെ കുഴക്കാനുള്ളത്. യവനെയൊക്കെ എന്തിന് ചെയ്താ ചെലവ് അല്ലേടാ ഇത്? അങ്ങാർക്ക് ചൂണ്ടയിട്ടിട്ട് വീട്ടിൽ പോകാനുള്ളത് കുറച്ചെടുത്തോണ്ട് പോവാം. ചൂണ്ടയിടാറ് അതിന് ഇങ്ങനെ എടുത്തോണ്ട് പോവാ. മാവിടെ അറിയാമോ നിനക്ക്? ഒരു കാര്യം ചോദിക്കട്ടെ, അറിയാമോ? നീ പറ, അറിയാമോ അവിടെ നിനക്ക് ചൂണ്ടയിടാൻ പറഞ്ഞിടാത്തവന്മാരോ? എനിക്ക് അറിഞ്ഞൂറേ. നമ്മൾ ചൂണ്ടയിട്ട് പരിചയമൊന്നുമില്ല തന്നെയൊക്കെ പോലെ. ഇത് പണ്ടേ മീൻ പിടിയും കോമ്പോ ആയിട്ടുള്ള മൈക്കിൾ ജാക്സന്റെ അപ്പൂപ്പയല്ലേ? മൈക്കിൾ ജാക്സൺ അപ്പൂപ്പനായോണ്ട് പലതും കാണിക്കും. അങ്ങനെയാണ് ഇപ്പൊ കാര്യങ്ങൾ. ഇവന്മാര് ഫുള്ളും ഉടായ്പ പരിപാടികൾ എല്ലാം കൂടി. ഉടായ്പകളെന്ന് പറഞ്ഞാൽ ഫുള്ള് ഉടായ്പാണ് ഗൈസ്.
എന്ത് ചെയ്യാം ഉമ്മാരെ കൂടെ നടക്കണം, എനിക്കാണ് നടക്കൽ. അത് എടാ അതെങ്ങനെ ശരിയാവും? ഞാൻ വീട്ടിൽ പോയാ നിങ്ങൾ ഒറ്റയ്ക്ക് വീട്ടിൽ പോട്ടെ, കൊണ്ടുവിട്ടിട്ട് വരാം. അത് ശരിയാവൂല അളിയാ. ഇങ്ങോട്ട് നോക്കളെ, നമുക്ക് ഒരു തമ്മനെല്ലാം കൂടി സെറ്റൊക്കെ കട്ടിക്ക് കഴിക്കണോ? ഇവിടെ ഇനി ഇവിടെ എവിടെയെങ്കിലും വെച്ചിട്ടാ മതി ഒരാളെയാ. ഇവിടെ എവിടെയെങ്കിലും വെച്ച് ബാറയിലെല്ലാം വെച്ച് തുണി അടിക്കണേ. ഈ അഴുക്ക വെള്ളത്തില്ല തുണി അടിക്കാൻ. ഫുള്ള് പായൽ കുടിച്ചാൽ കണ്ണിൽ കുമ്പളങ്ങി അവർക്കൊക്കെ. നിങ്ങൾക്ക് കാണാൻ പറ്റണമെന്ന് അറിഞ്ഞൂടാ. എന്തായാലും കുമ്പിളി മീനുകൾ പോണ കണ്ട. ഓ നിന്റെ കണ്ണിയായിരിക്കും. ഓ മാനത്തണിയെന്ന് കൈസ്, മാനത്തണിന്ന് കളിയാ. അതുകൊണ്ട് മീനുകളല്ലെങ്കിലും മീനുകൾക്ക് ദാനശീലനാണ് കൈസ്. മീനുകളെ തിന്നാൻ കൊടുത്ത് വളർത്തുന്ന നമ്മുടെ അക്ഷയ്, എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? മീനുകളോട് എന്താണ് പറയാനുള്ളത്? ഇതുവേ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് കൊച്ചു മീനുകളെടുത്ത്? എനിക്കൊന്നും പറയില്ല. എന്തുകൊണ്ട്? എനിക്കൊന്നും പറയാല്ലേ. പായൽ കുടുങ്ങിയവന് അവനങ്ങനെ കിട്ടിയിട്ടുണ്ട്. വലിയ കൊലയുള്ള മീൻ, വലിയ നിറയെ കൊലകൾ കിടക്കുകയാണ് അവന്. 2 കൊല വാങ്ങിച്ചാടാ. നിനക്ക് ചില ആവശ്യം വന്നെന്ന് വരും. ഇതും കൂടിയൊക്കെ നേരെ കൊണ്ടുപോടെ എന്ന് ചൂണ്ടയിടാൻ നടക്കുന്നത്. നിനക്ക് ആറാ ചൂണ്ടയിടാൻ പഠിപ്പിച്ചത് തന്നെ? ചൂണ്ടയിട്, ഇട് നീ ഇട് കാണട്ട്. ഇത് മീനും കൊണ്ടല്ലാതെ വീട്ടിൽ പോകൂല നീ ഞാനും. ഇങ്ങനെ മീനിട്ട് ചൂണ്ടയിട്ടോണ്ടിരിക്കുന്നത്. ഇതാ ഇവിടെ ദൈവനടിക്കണം കാണാം. മഴയെ ഫുള്ള് നനഞ്ഞ് കുളിച്ചതാ. മീനും കിട്ടിയില്ല, ഒരു തേങ്ങയും കിട്ടാതെ. അയ്യോ എവിടെ ഇരിക്കണേ. ഓക്കെ ബിരിയാണി ഫുള്ളിടി വെട്ടി ഉണ്ടാ ഗൈസ്. എന്ത് പറയാൻ തോന്നുന്നു കളയാ? എന്തോ തോന്നണം നിനക്ക്? എല്ലാം കൊണ്ടും നല്ല രീതിക്ക് നമ്മൾ മൂഞ്ചിട്ടുണ്ട്. ഇതുവരെ കണ്ടിട്ടും ലൈക്ക് ചെയ്യാത്തുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ് ചെയ്ത് പവർ കാണിക്കുക ഗൈസ്. നമ്മൾ ഇതേപോലത്തെ കിണ്ണം കിടക്കാച്ചി വീഡിയോസ് ആയിട്ട് ഒഴിയാളിയാ വയ്യാത്തവര്. പെട്ടെന്ന് വാടാ പോണ്ടേ, മഴ. വാ കളി നിർത്ത്. അപ്പോൾ ശരി ഗൈസ്, ടാറ്റ.